ശബരിമല പുല്ലുമേട് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ 30 നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. എന്നാൽ മകരവിളക്കിന് 1 മാസം മാത്രം ശേഷിക്കെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരും ദേവസ്വം ബോർഡും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന ആരോപണം ശക്തമാകുന്നു. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് പുല്ലുമേട്ടിൽ മകരജ്യോതി ദർശിക്കാനെത്തിയ 102 തീർത്ഥാടകരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. തുടർന്ന് അപകട കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മിറ്റി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ 30 നിർദ്ദേശങ്ങളും സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 30 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗവും അംഗീകരിച്ചു. മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഇതിനായി സൗകര്യമൊരുക്കണമെന്നതായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം. കൂടാതെ പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് വേണ്ട സുരക്ഷയ്ക്കൊപ്പം ആംബുലൻസ്, വൈദ്യസഹായം, മറ്റ് താൽക്കാലിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. ഉപ്പുപാറ സന്നിധാനം റൂട്ടിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ബാരിക്കേഡ് നിർമ്മിക്കുക, വണ്ടിപ്പെരിയാർ സത്രം റോഡിന്റെ വികസനം തുടങ്ങിയവയും നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മകരവിളക്ക് ദിനത്തിന് ഇനി 1 മാസം മാത്രം ശേഷിക്കെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരും ദേവസ്വം ബോർഡും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന ആരോപണമാണ് ശക്തമാകുന്നത്.